ഹായ്, എല്ലാവർക്കും സലു കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഈസി വെജ് സ്നാക്കാണ്. പേര് പോലെ തന്നെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ഒരു സ്നാക്കാണിത്. ഇത് നമ്മൾ ഇതിനു മുൻപ് ഞാനൊരു സർപ്രൈസ് സ്നാക്ക് കാണിച്ചില്ലേ, അതേപോലെ തന്നെ ഈ സ്നാക്കും നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് ഫ്രീസറിൽ വെച്ചിട്ട് അത് നമ്മൾ സൂക്ഷിക്കുകയാണെങ്കിൽ പെട്ടെന്നൊരു ഗസ്റ്റ് വരുമ്പോഴോ അല്ലെങ്കിൽ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടാനോ ഒക്കെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. പിന്നെ ഒരു കാര്യം ഞാൻ പലപ്പോഴും നിങ്ങളുടെ അടുത്ത് പറയണം എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഇപ്പോൾ എനിക്ക് ഒരു സാഹചര്യം കിട്ടി, അതുകൊണ്ടാണ് ഞാൻ ഇന്നിപ്പം കാര്യം ഇവിടെ പറയുന്നത്. എൻ്റെ മുൻപത്തെ വീഡിയോയെക്കാളും ഇപ്പോഴത്തെ എൻ്റെ വീഡിയോസിന് ഡിസ്ലൈക്കിൻ്റെ എണ്ണം കൂടുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. അപ്പം ഇതൊരു പർപ്പസായിട്ട് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് അനുഭവപ്പെടുന്നത്. കാരണം ഈ ഡിസ്ലൈക്ക് ചെയ്യുന്ന വ്യക്തികൾ കമൻറ്റ് ബോക്സിൽ അതിനെക്കുറിച്ച് ഒന്ന് കമൻറ്റ് ചെയ്യുന്നില്ല. അപ്പം ഡിസ്ലൈക്ക് ചെയ്യുമ്പം എന്താണ് അതിൻ്റെ റീസൺ എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കാണണമല്ലോ. ഇപ്പം അതിൻ്റെ കാരണം കമൻറ്റ് ബോക്സിൽ ഇതുവരെയും ഞാൻ കണ്ടിട്ടില്ല. കാരണം ഞാൻ എൻ്റെ കമൻറ്റ്സ് എല്ലാം വായിച്ചു പോകുന്ന ഒരു വ്യക്തിയാണ്. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ ഒരു കമൻറ്റ് വന്നിട്ടുമില്ല. ഡിസ്ലൈക്കിൻ്റെ എണ്ണം കൂടുന്നുമുണ്ട്. ഇപ്പം നിസ്സാരം ഞാൻ പറഞ്ഞു തരാം. ഇപ്പം ലാസ്റ്റ് ഞാനൊരു വീഡിയോ ഇട്ടല്ലോ, ഒരു കൊച്ചു വീട്ടുകാര്യങ്ങളായിട്ട്. ആ വീഡിയോയിൽ പാചകമില്ല, അതിൽ ഞാൻ ദോഷമായിട്ടൊരു കാര്യം പറഞ്ഞിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ നിങ്ങൾ നോക്കൂ, വളരെ കൂടുതൽ ഡിസ്ലൈക്ക് എനിക്കതിലുണ്ട്. അപ്പം അതിൽ നിന്ന് ഞാൻ എന്താണ് മനസ്സിലാക്കേണ്ടത്? അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ അക്കാര്യം പറയുന്നത്. എനിക്ക് അറിയാം ഇത് പർപ്പസായിട്ട് കുറച്ച് പേരിരുന്ന് ചെയ്യുന്നതാണെന്ന്. അപ്പം ദയവ് ചെയ്ത് ഞാൻ ഈ ഡിസ്ലൈക്ക് അടിക്കുന്ന എൻ്റെ ഈ സുഹൃത്തുക്കളോട് ഞാൻ പറയുവാണ്, നിങ്ങൾ ഡിസ്ലൈക്ക് ഇട്ടോളൂ, അത് നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ്, നിങ്ങൾ ഡിസ്ലൈക്ക് ഇട്ടോളൂ. പക്ഷെ അതിൻ്റെ റീസൺ എന്താണെന്ന് നിങ്ങൾ ആ കമൻറ്റ് ബോക്സിൽ ഇട്ട് കഴിഞ്ഞാൽ എനിക്കതുകൊണ്ട് ഗുണമുണ്ട്. കാരണം എന്ന് വെച്ചാൽ എനിക്ക് ആ തെറ്റ് അടുത്ത വീഡിയോയിൽ എനിക്കത് തിരുത്താൻ പറ്റും. അപ്പം ഇത് എൻ്റെ ഒരു അപേക്ഷയാണ്. ഇത് സീരിയസ് ആയിട്ട് നിങ്ങൾ എടുക്കേണ്ട കാര്യമില്ല. അപ്പം ഇനിയുള്ള ഡിസ്ലൈക്ക് ചെയ്യുന്നവർ അതിൻ്റെ റീസൺ കൂടി കമൻറ്റ് ബോക്സിലൊന്ന് ഇടണം. അപ്പം നമുക്ക് എങ്ങനെയാണ് ആ സ്നാക്ക് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമ്മളിത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഈ പാനിലേക്ക് 1 കപ്പ് റോസ്റ്റഡ് റവയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ റോസ്റ്റഡ് റവയാണെങ്കിലും റോസ്റ്റ് ചെയ്യാത്ത റവയാണെങ്കിലും ഞാൻ ഒന്നും കൂടി ഇത് റോസ്റ്റ് ചെയ്തെടുത്താണ് ഉണ്ടാക്കുന്നത്. നല്ല ഫൈനായിട്ടുള്ള റവ വേണം നമ്മൾ ഇതിനായിട്ട് ഉപയോഗിക്കേണ്ടത്. അല്ലെങ്കിൽ ഇപ്പോൾ വലിയ തരിയുള്ള റവയാണെങ്കിൽ നിങ്ങളൊന്ന് മിക്സിയുടെ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്താൽ മതി. ഇതിപ്പം അധികം വലിയ തരിയില്ലാത്ത റവയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇത് ഈ പാനിലേക്ക് ഇട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം നമ്മളിത് റോസ്റ്റ് ചെയ്തെടുക്കേണ്ടത്. നമ്മൾ ഇത് റോസ്റ്റ് ചെയ്യുമ്പോൾ ഇതുമാതിരി കൈ എടുക്കാതെ തന്നെ ഇളക്കി റോസ്റ്റ് ചെയ്തെടുക്കണം. ഞാൻ പറഞ്ഞല്ലോ, ഇത് നമ്മൾ റോസ്റ്റഡ് വാങ്ങിയാലും നമ്മൾ ഇതുപോലെ പാനിലിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇതിവിടെ റോസ്റ്റ് ആയി വന്നിട്ടുണ്ട്. ഈ സമയം ഞാൻ ഈ കപ്പിൽ 2 കപ്പ് വെള്ളം ഉപ്പിട്ടിട്ട് തിളപ്പിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഈ തിളച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കണ്ടോ, തിളച്ച വെള്ളം തന്നെ നമ്മൾ ഇതിലേക്ക് ഒഴിക്കണം. പ്രത്യേകം ശ്രദ്ധിക്കണം, ഉപ്പിട്ട് തിളപ്പിച്ച വെള്ളമായിരിക്കണം. 2 കപ്പ് വെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതായത് നമ്മൾ ഈ വെള്ളം ഒഴിക്കുന്ന സമയത്ത് ഫ്ലെയിം ഒന്ന് കുറച്ചിട്ടിട്ട് വേണം ഇത് മിക്സ് ചെയ്തെടുക്കേണ്ടത്. കട്ടയില്ലാതെ വേണം നമ്മളിത് ഇളക്കിയെടുക്കേണ്ടത്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഈ പാത്രം ഒന്ന് മൂടി വെക്കാം. ഇനി ഇത് ഒരു 5 മിനിറ്റ് ഇതുപോലെ മൂടി വെക്കണം. 5 മിനിറ്റിന് ശേഷമാണ് ഇനി നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ ഇതിലേക്ക് ചേർത്തിട്ട് കുഴച്ചെടുക്കുന്നത്. ഇതിവിടെ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഈ സമയം നമ്മൾ ഇതിലേക്ക് ഞാനിവിടെ നല്ലതുപോലെ പുഴുങ്ങിയെടുത്തിരിക്കുന്ന ചെറിയ സൈസിൽ 3 പൊട്ടറ്റോയാണ് എടുത്തിരിക്കുന്നത്. കണ്ടോ, ഈ ഒരു സൈസിൽ. ഇപ്പോൾ വലുതാണെങ്കിൽ 1.5 പൊട്ടറ്റോ മതിയാകും. ഇതിപ്പോൾ ചെറുതായതുകൊണ്ടാണ് ഞാൻ 3 പൊട്ടറ്റോ എടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ട് പുഴുങ്ങിയിട്ട് ഇതിൻ്റെ സ്കിന്നൊക്കെ റിമൂവ് ചെയ്തതാണ്.
പിന്നെ ഇതിലേക്ക് വേണ്ടത്, ഞാനിവിടെ ഒരു പച്ചമുളക് ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്, 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ കുറച്ച് മല്ലിയില ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഇത്രയാണ് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത്. അതിൽ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കാനാണെങ്കിൽ അധികം എരിവില്ലാത്ത പച്ചമുളക് എടുത്താൽ മതി. ഞാനിപ്പം ഇവിടെ അധികം എരിവില്ലാത്ത പച്ചമുളകാണ് ഒരെണ്ണം എടുത്തിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ അടപ്പൊന്ന് മാറ്റിയിട്ട് നമുക്കിതൊന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മളിങ്ങനെ അടച്ചു വെക്കുന്ന എന്തിനാന്ന് വെച്ചാൽ നല്ല ഒരു സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. കണ്ടോ, ഇതിപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിരിക്കുകയാണ്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി ഇതിലേക്ക് നമുക്ക് ഈ എടുത്തു വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കാം. നല്ലതുപോലെ പുഴുങ്ങണം, എന്നാൽ മാത്രമേ ഇത് നന്നായിട്ട് പൊടിഞ്ഞു കിട്ടത്തുള്ളൂ. ഈ 3 പൊട്ടറ്റോയും നമ്മൾ പൊടിച്ചിട്ട് കൊടുക്കും. പിന്നെ ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും പച്ചമുളകും മല്ലിയിലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്കിനി 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും കുറച്ച് ചില്ലി ഫ്ലേക്സും, ഇതൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് ചേർത്താൽ മതി. ഇതിലേക്കിനി 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, അതായത് ക്യൂമിൻ സീഡ്, അതിൻ്റെ പൗഡറും കൂടി ചേർത്ത് ഇത് നന്നായിട്ട് എല്ലാം കൂട്ടിയിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചെറിയ ജീരകത്തിൻ്റെ പൊടി കൂടരുത്, കൂടിക്കഴിഞ്ഞാൽ ഒരു വല്ലാത്ത ചുവയായിരിക്കും ഇതിന്. ഇനി ഇത് കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു സ്നാക്കാണ്. കണ്ടോ, നല്ലതുപോലെ ഇത് കുഴച്ചെടുക്കണം. അതായത് പൊട്ടറ്റോ ഒന്നും ഒട്ടും കട്ട ഇതിൽ ഇരിക്കാൻ പാടില്ല. നല്ല ശക്തിയായിട്ട് ഇതൊന്ന് കുഴച്ചെടുത്താൽ മതി. നമ്മൾ ഇടിയപ്പത്തിനും പത്തിരിക്കും ഒക്കെ കുഴക്കത്തില്ലേ, അതുപോലെ ഒന്ന് കുഴക്കണം. കണ്ടോ, ഇത്രയേ ഉള്ളൂ. ഇതിവിടെ ഞാൻ നല്ലതുപോലെ കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് നമുക്ക് ഇതുപോലെയുള്ള ഒരു പ്ലേറ്റ് ആണ്. അതായത് വിളിമ്പ് അധികം ഇല്ലാത്ത പ്ലേറ്റ് വേണം നമ്മൾ ഇതിനായിട്ട് എടുക്കേണ്ടത്. അതായത് ഒരു 1/2 ഇഞ്ചിന്റെ വിളിമ്പ് മതി, ഒരുപാട് വിളിമ്പ് വരേണ്ട ആവശ്യമില്ല. ഒരുപാട് വിളിമ്പുള്ള പ്ലേറ്റ് ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടാൻ പ്രയാസമാണ്. അപ്പൊ അതുകൊണ്ടാണ് അധികം വിളിമ്പില്ലാത്ത ഒരു പ്ലേറ്റ് ചൂസ് ചെയ്യണം എന്ന് പറയുന്നത്. ഇനി ഈ പ്ലേറ്റിലേക്ക് കുറച്ച് നെയ്യൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. പെട്ടെന്ന് നമുക്ക് പ്ലേറ്റിൽ നിന്ന് ഇളകി കിട്ടാനാണ് നമ്മൾ അങ്ങനെ നെയ്യ് ബ്രഷ് ചെയ്യണത്. ഇതിന്റെ സൈഡിലും ബ്രഷ് ചെയ്ത് കൊടുത്തേക്കണം. ഇനി ഈ കുഴച്ചു വെച്ചിരിക്കുന്ന ഈ കൂട്ട് ഇതിലേക്ക് വെച്ച് നമ്മൾ ആ സർപ്രൈസ് സ്നാക്ക് ഉണ്ടാക്കില്ലേ, അതുപോലെ തന്നെ ഇതൊന്ന് പരത്തി ലെവൽ ചെയ്തെടുക്കണം. കണ്ടോ, ഇതെല്ലാം ഞാൻ നന്നായിട്ട് ലെവൽ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ വേണം ലെവൽ ചെയ്തെടുക്കേണ്ടത്. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതിനെ കട്ട് ചെയ്ത്, ഞാൻ 10 മിനിറ്റ് സർപ്രൈസ് സ്നാക്ക് ഉണ്ടാക്കി കാണിച്ചില്ലേ, അതുപോലെ തന്നെ നമ്മൾ ഇത് കട്ട് ചെയ്ത ശേഷം ഒരു പ്ലേറ്റിൽ വെച്ചിട്ട് ഫ്രീസറിലേക്ക് വയ്ക്കും. ഫ്രീസറിൽ വെച്ചിട്ട് ഇത് നമ്മൾ ഡീപ് ഫ്രൈ അല്ല ചെയ്യുന്നത്, ഷാലോ ഫ്രൈ ആണ്. ഇപ്പൊ ഫ്രീസറിൽ വെച്ച ശേഷം പിന്നീടാണ് നമ്മൾ മറ്റേ പ്രോസസ്സ് ചെയ്തില്ലേ, അതുപോലെ തന്നെ ഒരു സിപ്പ് ലോക്ക് ബാഗിലാക്കിയിട്ട് ഫ്രീസറിൽ സൂക്ഷിക്കും. പിന്നെ നമുക്ക് ആവശ്യാനുസരണം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പൊ ഞാനിതൊന്ന് കട്ട് ചെയ്യാൻ പോവാണ്. ഇപ്പൊ ഇതുപോലെ വേണമെങ്കിൽ നമുക്ക് ഫ്രീസറിൽ വെച്ചിട്ട് എടുത്ത് കട്ട് ചെയ്യാം, പക്ഷെ അത് കുറച്ച് പാടായിരിക്കും. ഇപ്പൊ നമുക്കിത് കട്ട് ചെയ്തതിന് ശേഷം ഫ്രീസറിലേക്ക് മാറ്റാം. ഇനി നമുക്ക് തിരിച്ചു വെച്ചിട്ടും കട്ട് ചെയ്തെടുക്കാം. ഇത് നമ്മൾക്ക് ഇഷ്ടമുള്ള ഒരു ഷേപ്പിൽ കട്ട് ചെയ്ത് എടുക്കാം. ഇതിപ്പോ കണ്ടോ, ഞാനിതെല്ലാം കട്ട് ചെയ്ത് എടുത്തിരിക്കുകയാണ്. ഇനി ഞാനിത് ഒന്ന് ഇളക്കി കാണിച്ചു തരാം. ആദ്യം നമ്മൾ ഇളക്കുമ്പോൾ ഈ എൻഡിലെ പോർഷൻ ആദ്യം ഇളക്കണം, പിന്നെ ബാക്കിയുള്ളത് എളുപ്പമില്ല. കണ്ടോ, ഇങ്ങനെയാണ് ഇതിരിക്കുന്നത്. ഇനി ഇത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം.
ഈ ഇരിക്കുന്നതെല്ലാം നമുക്ക് ഇതുപോലെ ഇളക്കി ആ പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം. ഇത് കണ്ടോ, ഇതെല്ലാം ഞാൻ ഇതുപോലെ ഇളക്കി പ്ലേറ്റിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാനിത് ഫ്രീസറിലേക്ക് സെറ്റ് ചെയ്യാൻ വെക്കുവാണ്. ഫ്രീസറിൽ സെറ്റ് ചെയ്ത ശേഷം ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. ഇതിവിടെ ഞാൻ ഫ്രീസറിൽ നിന്ന് എടുത്തതാണ്. കണ്ടോ, ഇതുപോലെ നല്ല സെറ്റായിരിക്കും നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ട് എടുക്കുമ്പോഴേക്ക്. ഇനി ഇത് ഞാനൊരു സിപ്പ് ലോക്ക് കവറിലേക്ക് മാറ്റുവാണ്. മറ്റേ ഇത് ചെയ്യുന്നത് പോലെ തന്നെയാണ് ഇത് നമ്മൾ ഇതുപോലെ, അല്ലെങ്കിൽ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ അടച്ചും ഫ്രീസറിൽ നമുക്ക് സൂക്ഷിക്കാവുന്നതാണ്. ചേർത്ത് വെക്കരുത്, ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് വേണം നമ്മളിത് വയ്ക്കേണ്ടത്. ഇത് ഞാൻ സിപ്പ് ലോക്ക് കവറിലാക്കിയിട്ടുണ്ട്. കണ്ടോ, ഇതിവിടെ ഞാൻ ഇതുപോലെ നന്നായി പാക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഇനി ഫ്രീസറിലേക്ക് മാറ്റുവാണ്. ആവശ്യാനുസരണം നമുക്ക് ഫ്രീസറിൽ നിന്നെടുത്ത് ഇത് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഇവിടെ ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ എങ്ങനെയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നതെന്ന് കാണിച്ചു തരാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായിട്ട് ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമ്മളിത് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുകയല്ലേ ചെയ്യുന്നത്, അപ്പം ഓയില് ഒരുപാട് വേണ്ട, കുറച്ച് മതി. പാൻ ഇവിടെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മിക്സിങ് ഈ പാനിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ഇട്ട ഉടൻ തന്നെ ഒന്ന് ഇതുപോലെ ഒന്ന് നീക്കി കൊടുക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് അടിയിൽ ഒട്ടിപ്പിടിച്ചിരിക്കും. അപ്പോൾ ഉടൻ തന്നെ നമ്മളൊന്ന് നീക്കി വെച്ചിരുന്നാൽ പിന്നെ പ്രശ്നമില്ല. നമ്മൾ ഇത് എണ്ണ ചൂടായി കഴിഞ്ഞിട്ട് ഈ സ്നാക്കിൻ്റെ കൂട്ട് വെച്ച ശേഷം ഫ്ലെയിം ഒന്ന് കുറച്ചിട്ടിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഇടയ്ക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ഇങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഇനി വീണ്ടും ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഈസി സ്നാക്ക് ഇവിടെ തയ്യാറായി. അപ്പം നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. കണ്ടില്ലേ, ഇത് ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ്. അപ്പം നമ്മൾ ഇതുപോലെ തന്നെ ഉണ്ടാക്കി ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യാനുസരണം എടുത്ത് നമുക്കിത് ഫ്രൈ ചെയ്ത് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഇത് നമുക്ക് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടാനായിട്ട് ബ്രെഡിന്റെ ഇടയിൽ സാൻഡ്വിച്ച് പോലെയും ഇത് ഇടയ്ക്ക് വെച്ചിട്ട് നമുക്ക് കൊടുത്തു വിടാവുന്നതാണ്. അപ്പൊ ഇത് കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾക്ക് ഇത് ഇഷ്ടമാണെങ്കിൽ ഇതിന്റെ ലിങ്ക് ഷെയർ ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും കമന്റ് ചെയ്യുവാനും മറക്കണ്ട. ഇനി ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. കണ്ടോ, ഇതുപോലെയാണ് ഇതിന്റെ ഉൾഭാഗം ഇരിക്കുന്നത്. ഓൾറെഡി ഇതെല്ലാം വെന്ത സാധനങ്ങളാണ്. അടിപൊളി സൂപ്പർ ടേസ്റ്റ് കേട്ടോ.